അവസാനം സംസാരിക്കാം എന്ന് തീരുമാനിച്ചൊരു ചെറിയ കാരണമുണ്ട്. ഇത്രയും ആൾക്കാർ സംസാരിച്ചു കഴിയുമ്പോൾ എന്തോരം നുണകളാണ് എന്നെ പറ്റി പറയുന്നത് എനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഞാൻ അങ്ങനെയാണ്, അഹങ്കരിച്ചു, ക്യാമറ ഷൂട്ട് ചെയ്യാൻ വന്നില്ല, 3 ദിവസം ഞങ്ങൾ കാത്തിരുന്നു എന്നൊക്കെ പറയുന്നു വിചാരിച്ചു. ആരും ഇങ്ങനെ പറഞ്ഞില്ല. ഏതായാലും വളരെ സന്തോഷം. ചന്ദ്രൻ, ഈ ടി വി ചന്ദ്രനൊക്കെ ഞാൻ സിനിമ കാണാൻ തുടങ്ങിയ, സിനിമ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കണ്ടുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോമങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിനൊരു വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. ഇന്നൊക്കെയാണെങ്കിൽ വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നിരിക്കുന്നത്. ചന്ദ്രൻ്റെ കൃഷ്ണൻകുട്ടി എന്ന സിനിമ ഈ ശേഷം കബനിയാണ് ആദ്യം. കബനി നദി ചുവന്നപ്പോൾ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യം. അത് അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണോ, അത് തന്നെ, ആ സിനിമ തന്നെ ഒരു വിപ്ലവമായിരുന്നു. പക്ഷേ ഞാൻ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ വളരെ ആരാധനയോടെ നോക്കുകയും എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന പവിത്രൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പവിത്രൻ വഴി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഞാൻ ശ്രമിക്കാതിരുന്നില്ല. അതൊന്നും ശരിയായില്ല. ഞാൻ ചാൻസിന് വേണ്ടി ശ്രമിക്കാത്ത ആൾക്കാർ ആരുമില്ല. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ചോദിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ അന്നത്തെ കാലത്ത് സിനിമ കാണുന്നത് തന്നെ. എന്നെ എന്താണ് ഇതിൽ കാണാൻ സാധിക്കുക എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ അന്നത്തെ കാലത്ത് നമ്മുടെ പാരലൽ സിനിമയെന്നും ന്യൂ വേവ് സിനിമയെന്നും ആധുനിക സിനിമയെന്നും അത്യന്താധുനിക സിനിമയെന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കുറേയേറെ സിനിമകളുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചും വന്ന ഒരാളാണ്. വളരെ കുട്ടിക്കാലത്ത് മാത്രമേ എനിക്ക് കുതിരപ്പുറത്ത് ഓടിപ്പോയെന്ന വെടിവെക്കുന്ന വില്ലന്മാരെ ഇടിച്ച് വീഴ്ത്തുന്ന നായകനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സിനിമയെക്കുറിച്ച് അറിയാനും പഠിക്കാനും സിനിമയിൽ വന്നതിന് ശേഷമൊക്കെ എൻ്റെ ശ്രമങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കണമെന്നായിരുന്നു. അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒരുപക്ഷെ 100 ദിവസം ഓടുകയോ അല്ലെങ്കിൽ അത്ര വലിയ സിനിമ ഹിറ്റുകളാവുകയോ ചെയ്യുന്ന സിനിമകളായിരുന്നില്ല അന്ന് ഈ പറയുന്ന സിനിമകളൊന്നും. ഒരുപാട് സിനിമ മോഹികളുടെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വരുമാനവും വരവൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്കതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അന്ന് ഭരതൻ, പത്മരാജൻ, മോഹൻ അങ്ങനെയൊക്കെയുള്ള ഈ വളരെ കമേഴ്ഷ്യൽ അല്ലാത്ത സിനിമാ പ്രവർത്തകരുടെ സിനിമയിൽ അഭിനയിക്കാൻ കൊതിച്ചു മോഹിച്ചിട്ടുള്ളതാണ്. പിന്നീട് അവരെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എൻ്റെ സിനിമാ മോഹങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു കാലത്തും ചന്ദ്രനെപ്പോലുള്ള ഒരു സംവിധായകൻ്റെ ഒരു ഓഫർ നിരസിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, സാധിച്ചിട്ടുമില്ല. ഞാൻ നിരസിച്ചിട്ടുമില്ല. ഞങ്ങൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ പൊന്തന്മാടയാണ്, നമുക്കറിയാം. അത് 90-ലാണ്. എനിക്ക് ശ്രീരാമൻ, നമ്മുടെ VK ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് സിനിമയുടെ CV ശ്രീരാമൻ ആണ് സിനിമയുടെ കഥാകൃത്ത്. 2 കഥകളാണ് അതൊന്ന് തന്നെയാണ്. 2 കഥകളാണ്. ഭാസ്കര പട്ടേലറും ഞാനും എന്ന് പറയുന്ന പോലെ തന്നെ പൊന്തന്മാടയും ശീമത്തമ്പുരാൻ, അങ്ങനെ 2 പേരുടെ കഥയാണ്. ആ സിനിമയും അങ്ങനെ 2 പേരുടെ കഥയാണ്. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കീഴാളൻ്റെയും മേലാളൻ്റെയും കഥയാണ്. പക്ഷേ അത്ഭുതകരമായ ഒരു സൗഹൃദം അവരിൽ ഉണ്ടാവുകയും പരസ്പരം ഒരേ വികാരം, ഒരേ അനുഭവം, ഒരേ കാഴ്ചപ്പാട് ജീവിതത്തിലുണ്ടാകുന്ന ഒരു കീഴാളനും ഒരു മേലാളനുമാണ്. മാടയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോരം കറുപ്പടിക്കണം, ഞാൻ കറുപ്പടിക്കേണ്ട എങ്ങനെയെന്നാൽ മതിയെന്ന്. വലിയ കറുപ്പൊന്നും അടിച്ചില്ല. പക്ഷെ ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ചലഞ്ചായിരുന്നു. ഞാൻ അതിനു മുമ്പും വൃദ്ധൻ്റെ വേഷമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ പെർഫെക്ഷനുള്ള ഒരു വാർദ്ധക്യം എനിക്ക് ആ സിനിമയിൽ അവതരിപ്പിക്കാൻ പറ്റി. വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിട്ടും തീരെ വയ്യാത്ത ഒരു വൃദ്ധനായിട്ടും വയോവൃദ്ധനായിട്ടും അഭിനയിക്കാൻ സാധിച്ചു ആ സിനിമ. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയങ്ങളിലൊക്കെ വളരെ രസകരമായ പരിപാടികളായിരുന്നു. അതൊക്കെ ഒരുപാട് വിശദീകരിക്കാവുന്ന കാര്യങ്ങളാണ്. ചന്ദ്രനും ഈ സിനിമയുമായിട്ട് സഹകരിച്ച ആൾക്കാർ, ഇൻക്ലൂഡിങ് ഇവരൊക്കെ
ക്യാമറാമാൻ വേണു ഉൾപ്പെടെ അദ്ദേഹമില്ലല്ലോ. അങ്ങനെയുള്ള എല്ലാവരും രസകരമായ കാര്യങ്ങളായിരുന്നു. ഞാൻ ആ സിനിമയിൽ ഈ എന്താണ് പറയുക, കാളയെ നുകത്തിൽ കെട്ടിയിട്ട് താഴെ ഒരു പലക വെച്ചിട്ട് ഈ കാളയെ ഓടിക്കുന്നുണ്ട്. കാളപ്പൂട്ടല്ല നുകമല്ല കറക്റ്റാണ്. നുകം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ചുമ്മാ ഒരു പലക മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് തെളിക്ക് കലപ്പ ഞാൻ കണ്ടിട്ടില്ല. കലപ്പയല്ല, അവിടെ അതൊരു പലകയാണ്. അതിൻ്റെ പുറത്തൊരു 3 ഇഞ്ച് പോയാൽ നമ്മൾ താഴെ വീഴും. പക്ഷേ ആരുടെ ഭാഗ്യം കൊണ്ടാണോ ഞാൻ കുറേ നേരം ഓടിച്ചു അല്ലേ. ആ സിനിമയിലെ ഷോട്ടുണ്ട് ഞാനിങ്ങനെ ഓടിക്കുന്നത്. അങ്ങനെ അതിനൊക്കെ ഒരു ധൈര്യം ഈ സിനിമയിലുള്ള. എല്ലാവരും ചെളിയിലും എല്ലാവരും പാടത്തുമൊക്കെ നിന്ന് ക്യാമറമാനൊക്കെ തോർത്തു കൊടുത്ത് ഡയറക്ടറെ കൊണ്ട് മുടക്കി കുത്തി ചേറിലാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ ചേറിലിറങ്ങാൻ എനിക്കും തോന്നിയില്ല. കാരണം ഏതായാലും സിനിമ തന്നെ മൊത്തം ചേറിലാണ്. പിന്നെ ഒരു ദിവസം ചേറിൽ ഇറങ്ങാതിരിക്കേണ്ട കാര്യം. അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആ സിനിമ ഈ പറയുന്ന പോലെ മനുഷ്യരുടെ രാഷ്ട്രീയം പറയുന്ന, മനുഷ്യപക്ഷം പറയുന്ന സിനിമയാണ്. അത് പ്രത്യേകിച്ച് പക്ഷമുള്ളൊരു സിനിമയാണ്. മനുഷ്യരുടെ പക്ഷം പറയുന്ന സിനിമയാണ്. ഈ 2 മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ്. അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനങ്ങളോ അവരുടെ വർണ്ണ വ്യത്യാസങ്ങളോ ഒന്നും ആ സിനിമയിൽ ആ കഥാപാത്രങ്ങൾക്ക് ഒരിക്കൽ പോലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അതാണ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി. അത് നമുക്കിനിയും കാണാൻ സാധിക്കുമെന്നൊക്കെ വിചാരിക്കാം, ഈ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം. പിന്നെ ഞാൻ അഭിനയിച്ചത് ഡാനിയാണ്. ഓർമ്മകളുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ സിനിമയിൽ ഭാസി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. ഒളിവിൽ കഴിയുകയും നാട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ ആ കഥാപാത്രത്തിനെ മോഡലാക്കിയത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് തയ്യക്കാരനെയാണ്. അത് തയ്യക്കാരൻ്റെ രൂപമൊന്നും വന്ന് ചന്ദ്രൻ തീരുമാനിച്ചിട്ടില്ല. ഞാനൊരു സൈഡ് ചെയ്യിക്ക ചുരുണ്ട മുടിയും ജുബ്ബയൊക്കെ ഇട്ട് വന്നപ്പോൾ ഏകദേശം കറക്റ്റായിരുന്നു. അങ്ങനെയുള്ള ആളെയാണ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സിനിമയുടെയും ഷൂട്ട് കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് കാണും, സംസാരിക്കുമെങ്കിലും പിന്നെ ചന്ദ്രൻ വന്നത് ഡാനിയുടെ കഥയിലാണ്. ഡാനിയുടെ കഥയിലും എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു പശ്ചാത്തലത്തിലാണ് ആ സിനിമ നടക്കുന്നത്. ഒരു കടലോര ഗ്രാമത്തിൽ ഉള്ള ഒരു ക്രിസ്ത്യാനി, അനാഥനായ ക്രിസ്ത്യാനിയുടെ കഥയാണ് ഡാനിയുടെ സിനിമയിൽ ഡാനിയുടെ കഥാപാത്രത്തെക്കാളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയ ഡാനിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ചന്ദ്രൻ പറയുന്നുണ്ട്. നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണാം, ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. ഡാനിയുടെ ജീവിതം, നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യ സമരം നടന്നു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, കുറേ കാലം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായ കുറേ നേതാക്കന്മാരെ മാത്രമേ അറിയൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമുക്ക് പരിചയമുള്ളവരെയൊന്നും നാട്ടിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെയാണ് ഡാനിയുടെ ജീവിതത്തിൻ്റെ പ്രധാന മുഹൂർത്തങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന ദിവസങ്ങളാണ്. സൗകര്യപ്പെട്ടാൽ ആ സിനിമ ഒന്ന് പോയി കണ്ടാൽ EMS മന്ത്രിസഭ വന്നതും AK ആന്റണി രാജിവെച്ചതും എല്ലാം ഡാനിയുടെ ജീവിതത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ദിവസങ്ങളിലൊക്കെ ഡാനിയിലെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സിനിമ കണ്ടാലേ അത് മനസ്സിലാവണം. എനിക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ചന്ദ്രൻ വരുമ്പോൾ പറയുമായിരിക്കും. ഡാനി അഭിനയിക്കുമ്പോൾ മറ്റേ കാര്യം പറയണം അതല്ലേ, അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. ഡാനി സംസാരിക്കുമ്പോൾ ഡാനിയുടെ ഒരു കാര്യം ചോദിച്ചു. ആ സൗഹൃദം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പല സിനിമകളുടെയും കഥയെ പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്നത്, ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. അങ്ങനെ ഒരു നീണ്ട സിനിമ ജീവിതമാണ് ചന്ദ്രൻ്റെ. 50 വർഷമെന്ന് പറഞ്ഞാൽ
കണക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പകുതി വയസ്സ് അത്രയും കാലം അതാണ് എൻ്റെ പകുതി വയസ്സിലാണ് ചന്ദ്രൻ്റെ സിനിമ പരിചയം, സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയാറുണ്ട്. ചുമ്മാ പറഞ്ഞു, അത് തമാശ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ കുറച്ച് പറയാൻ നോക്കിയതാണ്. ഇത്രയും കാലം ഈ പരിപാടിക്ക് വരാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ പരിചയമുണ്ട്, ഞങ്ങൾക്ക് അടുപ്പമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ 2-4 ദിവസം മുമ്പേ ഒരു സ്ഥലത്ത് പോകേണ്ടതായിരുന്നു. ഞാൻ വെറുതെ പരിപാടി എപ്പോഴാണ് എന്നൊക്കെ ചുമ്മാ ചോദിച്ചു, വെറുതെ അങ്ങോട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇത്ര ദിവസമാണ് നിങ്ങളിവിടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, ഉണ്ടാവുമെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വരാൻ വിചാരിച്ചിട്ടുമില്ല, വരാൻ പറ്റുമായിരുന്നു. പിന്നെ ഏതൊരു പത്രത്തിൽ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഇദ്ദേഹം താൻ എന്ത് കൊലച്ചതിയായി ചെയ്തെന്ന് ചോദിച്ചു. പുള്ളി കൈമലത്തി. ഞാൻ അറിഞ്ഞിട്ടില്ല. അതിന് സംഘാടകരോട് മമ്മൂട്ടി വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹം കൈ കഴുകി. അങ്ങനെ ഞാൻ വന്ന് പെട്ടതാണ്. ഏതായാലും ഒത്തിരി പഴയ ആളുകളെ എനിക്ക് കാണാൻ പഴയ ആൾക്കാരല്ല, ഇവരൊക്കെ പുതിയത് തന്നെയാണ്. ഒത്തിരി ആളുകളെ വീണ്ടും കാണാൻ സാധിച്ചു. അതുപോലെ ഇത് കൈരളി തിയേറ്റർ എന്ന സ്ഥലമാണോ പഴയ? ഞാൻ പണ്ട് എനിക്കിവിടെ ഒരു ബന്ധുണ്ടായിരുന്നു, ദേവകുളമൊരപ്പുറം ഈ റോഡിൽ പോകുമ്പോൾ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ വരുമ്പോൾ അവിടെ ഒരു നാടകം ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ പേര് അത് നമ്മുടെ മറന്നുപോയി, ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞ സിനിമയാണ്, കുര്യാക്കോസിൻ്റെ നാടകം. ആ നാടകം സിനിമയായിട്ടുണ്ട്. അന്ന് ഞാൻ ആ നാടകം കണ്ടിരുന്നു. പിന്നീട് ആ നാടകത്തിൻ്റെ സിനിമാ രൂപത്തിൽ ഞാൻ അഭിനയിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ചില ഓർമ്മകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ. പിന്നീട് ഈ പരിസരത്തൊക്കെ ഉള്ള കൂടുതൽ ആളുകളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് ഓർമ്മിപ്പിച്ചത്. വളരെ സന്തോഷം. എല്ലാവരും പറയുന്ന പോലെ ചന്ദ്രൻ വീണ്ടും സിനിമകൾ എടുക്കട്ടെ. വലിയ സിനിമകൾ എടുക്കണ്ട, അത്രയും നമ്മൾ ആരോഗ്യം ഇപ്പോൾ ഉണ്ടാവില്ല. നല്ല സിനിമകൾ എടുക്കാൻ ചന്ദ്രന് കൂടുതൽ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി മമ്മൂക്ക.